ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. കേരള സെറ്റ് കൊമേഴ്സ് സിലബസിനകത്ത് വരുന്ന യൂണിറ്റുകൾ ഏതൊക്കെ ഏരിയകൾ വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് കൊമേഴ്സിലെ പ്രധാനപ്പെട്ട ഈ 10 യൂണിറ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും സെറ്റ് കൊമേഴ്സ് എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് ഈ യൂണിറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സമഗ്രമായ പഠനം തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. വളരെ ആഴത്തിൽ PG ലെവലിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് അതിന്റെ എല്ലാ സാധ്യതകളും വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് വരുന്ന മാതിരി BCom-നും MCom-നും ഒക്കെ വന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പഠനം നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അപ്പൊ ഈ വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശിച്ചാൽ അടുത്ത സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ യൂണിറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കാം. ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ഇന്ന് തന്നെ നമ്മൾ തുടക്കം കുറിക്കുക. അവസാന നിമിഷത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നെറ്റ് കേറ്ററ്റ് മുതലായ മത്സര പരീക്ഷകളിലൊന്നും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ യൂണിറ്റ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് പോവാം. യൂണിറ്റ് 1, ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടോപ്പിക്സിലാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുക. യൂണിറ്റ് 2, അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ടോപ്പിക്സുകളാണ് ഈ യൂണിറ്റിൽ ഉണ്ടാവുക. യൂണിറ്റ് 3, ബിസിനസ് എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകളായിരിക്കും ഇതിനകത്തുണ്ടാവുക. യൂണിറ്റ് 4, ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റിൽ ഉണ്ടാവുക. യൂണിറ്റ് 5, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ റിസർച്ച് മെത്തേഡും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ഈ യൂണിറ്റിൽ ഉണ്ടായിരിക്കുക. യൂണിറ്റ് 6, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് ബിസിനസ് മാനേജ്മെന്റ് അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകളായിരിക്കും ഈ യൂണിറ്റിൽ ഉണ്ടാവുക. യൂണിറ്റ് 7, ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ്ങും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ, അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ യൂണിറ്റിൽ ഉണ്ടാവുക. യൂണിറ്റ് 8, മാർക്കറ്റിംഗും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. മാർക്കറ്റിംഗും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും ഈ യൂണിറ്റിൽ ഉണ്ടാവുക. യൂണിറ്റ് 9, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. വളരെ പ്രധാനമാണ് ബിസിനസ്സിലെ ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ബിസിനസ്സുകാരന് അറിഞ്ഞിരിക്കണം. കൊമേഴ്സ് സ്റ്റുഡൻസ് വളരെയധികം നന്നായിട്ട് അവയർനെസ് അതിനെ കുറിച്ചുണ്ടായിരിക്കണം. യൂണിറ്റ് 10, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ്. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ മറ്റ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിശദവിവരങ്ങളായിരിക്കും ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് ദൈവം സഹായിച്ചാൽ ഈ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.